നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം. നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലോട്ട് പോവാം. യെസ്, വേണ്ട ഒരു വാഴ നടന്നു പോന്നു. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് നമ്മളിവിടെ കാണത്തില്ല, നമ്മൾ അങ്ങായിരിക്കും, നമ്മൾ യാത്രയിലായിരിക്കും കേട്ടോ. ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ യാത്രയിലായിരിക്കും ആ സമയത്ത്. അപ്പൊ നമ്മുടെ ട്രാവൽ വ്ലോഗും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഞാനും കുഞ്ചൂസും ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ കൊച്ചുണ്ടെങ്കിൽ ആ സാധനം എനിക്ക് ഹിന്ദി അറിയത്തില്ല, എന്ത് പറയുമെന്നും അറിയത്തില്ല. ഇതൊരു വണ്ടി ട്രിപ്പ് കൂടെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ പഠിക്കാൻ തീർന്നിട്ടില്ല, കംപ്ലീറ്റ്ലി പഠിച്ചും തീർന്നിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. ഒരു രണ്ട് എക്സാമിനുള്ള ഏകദേശം പഠിച്ചു. പക്ഷെങ്കിൽ എനിക്ക് 12 എക്സാം ഉണ്ട് മൊത്തം. അപ്പം 12 എക്സാം 2 ദിവസം ട്രെയിനിങ് പഠിക്കണം. എന്ത് ചെയ്യുമെന്ന് വലിയ ട്രാജഡിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുമായിരിക്കാം, പക്ഷെ ഏകദേശം എല്ലാം ഒന്ന് മനസ്സിലാക്കി പോകും ഉറപ്പായിട്ടും. പക്ഷെ ആ 2 ദിവസം കൊണ്ട് എന്ത്, കാരണം ഈ ഒരു ഷിഫ്റ്റിംഗ് കൂടെ വന്നോണ്ടാണ് ഇങ്ങനെ ഒരു കേസ് വന്നത്. എന്തായാലും എക്സാം പോയി എഴുതും അല്ലേ, ജയിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്, ജയിക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ട്രെയിനിൽ കുച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കൂടെ വേണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോം ടൂർ ആണ്. ഈ വീഡിയോ ഫുൾ നമുക്ക് ഒന്ന് കാണിച്ചു തരാം. മൊത്തം നമ്മുടെ നിങ്ങൾ ഉറപ്പായിട്ടും വ്യത്യാസം പറയും, ഹോം ടൂർ വേണം. അപ്പൊ ഞങ്ങൾ വിടില്ല, അപ്പൊ നമ്മളെ സമയത്ത് നിങ്ങൾ പറയുന്നവരാണ്. അതെ അതെ. അപ്പം നമ്മുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കാം കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ ഇവിടെ രാഹുൽ ചേട്ടായുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചുറ്റും എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. എസ്പെഷ്യലി ഇവിടുത്തെ അമ്മയുടെ വീട് തന്നെയാണ് തൊട്ട് ഫ്രണ്ടിലത്തെ. അപ്പൊ എല്ലാവരും ഉണ്ട്, അയലോക്കംകാരാണെങ്കിലും തൊട്ടപ്പുറത്തും എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ തുരുത്തിക്കടവില്ലേ, അവിടുത്തെ ആളുകളെ പോലെ തന്നെയാണ് എല്ലാവരും. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. നേരെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുള്ള നേരെ ഞങ്ങളുടെ ഗേറ്റ് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് ആശാനും എല്ലാം ഓടിക്കാൻ പഠിപ്പിച്ച്. അപ്പൊ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കണ്ടു വരുന്നു. അപ്പൊ എന്തായാലും ഇവിടെ നല്ല സേഫ് ആയിട്ട് ഒരു ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ അന്നേരം നമുക്ക് പോയിട്ട് ഓടി വരാം കേട്ടോ. ഭയങ്കര വിഷമം എന്താന്ന് വെച്ചാൽ രണ്ടുപേരും കാണാതിരിക്കാൻ ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്താവും അറിയത്തില്ല നാളെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ. അപ്പൊ അത് കാണാം, അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് നേരെ ഹോം ടൂറിലോട്ട് പോകട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഓടിപ്പിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ വീട് നൽകിയ ദീപ്തി അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നത് കേട്ടോ. ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആണ്. നമുക്ക് ഇതൊക്കെ ഒരു നമ്മളിങ്ങനെ വാടകയ്ക്ക് അതായത് നമ്മൾ മാറുവാണെന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ കേശു എന്ന് പറയുന്ന അച്ഛൻ്റെ അടുത്താണ്. അതായത് നമ്മുടെ നമ്മൾ പലചരക്ക് മേടിക്കുന്ന കേശു എന്ന് പറയുന്ന അച്ഛൻ്റെ അടുത്താണ് പറഞ്ഞത്. അപ്പം അച്ഛനോട് ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ വീട് എല്ലാം കിട്ടാനുണ്ട്. ഞങ്ങൾ കുറെ അന്വേഷിച്ചു, കിട്ടുന്നില്ല, ഒരു രക്ഷയില്ല. നമുക്ക് പറ്റുന്ന വീട് വേണമല്ലോ. നമുക്ക് കടയിലോട്ട് പെട്ടെന്ന് ആക്സസ് ഉണ്ടായിരിക്കണം. 2 കടയിലോട്ട് നമുക്ക് 1 മിനിറ്റോ ഇവിടെ ഇപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് മതി കടയിലോട്ട് പോയാൽ. അതേപോലെ ആമീന് രാവിലെ സ്കൂളിൽ വരണം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും അച്ഛൻ റെഡിയാക്കി തന്ന വീടാണ്. അച്ഛനോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് നമുക്ക് തന്ന വീടാണ്. കാരണം അച്ഛന് നമ്മളെ അത്രയും വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അച്ഛന് ഈ വീട്ടിലെ അമ്മയ്ക്ക് ഇവിടുത്തെ എല്ലാവർക്കും പരിസരക്കാർക്ക് എല്ലാം അത്രയും വിശ്വാസമാണ്. ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയാണ് ഈ വീട് കേട്ടോ. എല്ലാം ഫാസ്റ്റ് ആയിട്ട് തന്നെ നടന്നു. നമ്മളെ പരിചയപ്പെടുത്തി കൊടുത്ത് നമ്മുടെ എല്ലാം ചെയ്താണ്. ഇപ്പോഴും നമുക്ക് എന്തുകൊണ്ടെങ്കിലും അച്ഛൻ തന്നെയാണ് ഇത് പറയുന്നത്. അതുപോലെ നമ്മളും കോൺടാക്ട് ചെയ്യും. അതെ അതെ. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല മനുഷ്യരുടെ പെട്ടെന്നുള്ള ഇടപെടൽ കാരണമാണ് നമുക്ക് ഇന്നിപ്പം ഇങ്ങനൊരു വീട് കിട്ടിയതും ഇങ്ങനെ താമസിക്കാൻ പറ്റിയതും. ഇപ്പൊ സന്തോഷമായിട്ട് അവരെ സേഫ് ആക്കിയിട്ട് നമുക്ക് ഡൽഹിക്ക് പോകാൻ പറ്റുന്നത് അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് എക്സാം ഡൽഹിക്ക് പോകേണ്ട മെയിൻ കാര്യമുള്ളതുകൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങോട്ട് മാറ്റി പെട്ടെന്ന് നമ്മൾ എല്ലാം ഒന്ന് സേഫ് ആക്കി നമ്മൾ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ മാസം 30-ന് ഇറങ്ങത്തുള്ളതായിരുന്നു. പക്ഷെ ഈ 12 എന്നുള്ളതും 15-ാം തീയതി എക്സാം എഴുതുന്നു, 12-ന് പോകേണ്ട ഇതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഡൽഹിയിൽ മാറണം. പിന്നെ കർക്കിടകം തുടങ്ങുവാണ് 15-ന്. പിന്നെ മാറില്ല, നമുക്ക് നടക്കൂല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനോടെയൊക്കെ സ്പേസ് വേണമായിരുന്നു. നമുക്ക് ആ പഴയ വീട് നമുക്ക് നല്ല വീട് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിനകത്ത് യാതൊരു കുറവോ കാര്യങ്ങളോ ഒന്നും പറയാനിട്ടില്ല. പക്ഷെ കുറച്ചുകൂടെ നല്ല വീടാണ്. പക്ഷെ എങ്കിൽ നമുക്ക് പുതുതായിട്ട് നമ്മളിപ്പം സ്റ്റിച്ച് 2 കടയിലോട്ടും കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ, കെട്ടുടുപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓണായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവരാണ്. ഒരു തയ്യൽ മെഷീൻ ഇടാനുള്ള സൗകര്യമൊക്കെ ഉള്ള തപ്പി അങ്ങനെ വീട് നോക്കിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സ്പേഷ്യസ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് നമ്മൾ പെട്ടെന്ന് മാറിയത് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് നേരെ കൊണ്ടുവന്നോളൂ അല്ലേ? ആണോ? എനിക്ക് തരാവോ? ഒരെണ്ണം തരാവോ? എന്നാ അതോട് തന്നേക്കാവോ?
താങ്ക് യു സോ മച്ച്. വെൽക്കം. ഇന്ന് എന്നാണേലും പിന്നെ തരും കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ വരിക തോട്ടി കയറി വരുമ്പോഴാണ് നമ്മുടെ വീടിരിക്കുന്നത്. ഇവിടെ കുഞ്ചൂസ് അവളുടെ കുറേ പെയിൻറ്റിങ്ങും പരിപാടിയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് പഴയ വീട്ടിലിരുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട്. ഇതിന് സീലിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ പൂച്ചയൊക്കെ കയറി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അടത്തി മാറ്റിയിട്ടുണ്ട്, പെർമിഷൻ മേടിച്ചിട്ട് കേട്ടോ. അത് 2-3 പോയിരുന്നുണ്ട്, അതിനകത്ത് പൂച്ചയൊക്കെ കയറി ഇരിക്കുമായിരുന്നു. അതെ, ഇങ്ങനെ കയറി വരാം കേട്ടോ. ഇതാണ് വീടേ. കയറി വരുമ്പോൾ ഇവിടെ ഒരുത്തി പാല് കുടിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ അക്വേറിയം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ആ ബോക്സ് ഒക്കെ ഇരിക്കുന്ന അടുക്കി പെറുക്കാനായിട്ടുള്ളതാണ് കേട്ടോ. അതെ അതെ അതെ. ഇനി നമ്മുടെ വണ്ടികൾ ഇനിയും കിടക്കും കേട്ടോ ഇവിടെ. അതെ, ഇനി ആമിച്ചന്റെ വണ്ടി ജീപ്പൊക്കെ ഇവിടെ വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ. വാ ഇങ്ങോട്ട് വാ, അവിടെ നിൽക്കാതെ വാ. അപ്പൊ മണി അടിച്ച് കയറും. മതി. അപ്പം ഇവിടെ ഒരു മണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കോളിംഗ് ബെല്ലും ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ അകത്തോട്ട് പോകാം കേട്ടോ. യെസ് തുറന്നോളൂ. നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം. യെസ്. അങ്ങനെ നമ്മൾ കയറി വരുമ്പം നമുക്ക് ഇവിടെ ഒരു ലിവിങ് ഏരിയ, തുടക്കത്തിൽ തന്നെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. നമുക്കൊരു TV യൂണിറ്റ് ഒക്കെ വെച്ചേക്കുന്ന, നമ്മുടെ TV ഒക്കെ വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ റെഡിയാക്കി ഈ ഒരു 2-3 ദിവസം കൊണ്ട് ഉറക്കം വളച്ച് നമ്മൾ റെഡിയാക്കിയതാണ് ഇതെല്ലാം. ഇതാണ്ട് ടുട്ടിച്ചേട്ടൻ വരച്ചെന്ന ഫോട്ടോ അവിടെ മെയിനായിട്ട് വെച്ചിട്ടുണ്ട് കയറി വരുന്നിടത്ത്. ഇത് അഭിജിത്ത് ചേട്ടൻ അല്ലേ, അരുൺ ചേട്ടൻ. പിന്നെ ഞങ്ങൾ 2 ഉമ്മ വെച്ചോണ്ടിരിക്കുന്ന അവിടെയുണ്ട്. ഉമ്മ വെച്ചിട്ടില്ല, ജസ്റ്റ് മൂക്ക് ഇങ്ങനെ മുട്ടിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ 500 രൂപയുടെ ടീപ്പാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. അതെ, അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് TV കാണാം. എല്ലാവരും എപ്പോഴും ഞങ്ങൾ TV അങ്ങനെ കാണത്തില്ല. അച്ഛൻ അമ്മയാണ് കൂടുതൽ, അവർക്കാണ് താല്പര്യം എപ്പോഴും സിനിമയൊക്കെ കാണാനായിട്ട്. അപ്പൊ അവർക്ക് വെച്ച് കൊടുക്കും. പിന്നെ കസാര നമുക്ക് എടുത്തിടാലോ ഇരിക്കുന്നതുകൊണ്ട്. അതെ അതെ, സോഫയും നമ്മൾ മേടിച്ചിട്ടില്ല. കാരണം വീട് വെക്കുമ്പോൾ അതിന്റെ അളവിന് നമ്മൾ അത് വാടക വീട് മാറി നടക്കും. സോഫയൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആയതുകൊണ്ട് വണ്ടികൾ പിന്നെയും വിളിക്കണം നമ്മൾ എപ്പോഴും മാറുമ്പോൾ. അതുകൊണ്ട് സോഫ ഇപ്പൊ ആലോചിക്കുന്നില്ല, കസാര ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കർട്ടൻ ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെ, ഇനിയാണ് നമ്മൾ മെയിൻ ഹാളിലോട്ട് പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോള്, പിന്നെ കിച്ചണിലോട്ടുള്ള വഴി. ഇവിടെ നിന്നാണ് റൂം നമ്മുടെ സ്പ്ലിറ്റ് ആകുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ലൈറ്റ്. യെസ്. അപ്പം അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നമുക്ക് ഒത്തിരി സാധനങ്ങളുണ്ടെന്ന്, പക്ഷെ ഈ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കെല്ലാം വേക്കൻ്റ് ആയിട്ട് എടുക്കും. നമുക്ക് ഒന്നും ഇല്ലാന്ന് മനസ്സിലായി. അതുപോലെ അതെ അതെ, അവിടെ ലാലാജി പപ്പയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അതിനടിയിലത്തെ ലൈറ്റ് പോയതാണ്, അത് നമുക്ക് സെറ്റ് ആക്കണം കേട്ടോ. ഇന്നലെ നമ്മൾ അതൊക്കെ റെഡിയാക്കിയായിരുന്നു. ഇനി ഇവിടെ കർട്ടൻ ഇടണം. പിന്നെ ഒരു 4 കസാര ഇടാവുന്ന രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വലിച്ച് നമുക്ക് ഇടാം. പിന്നെ നമുക്ക് അവിടെ നമ്മൾ തേപ്പേട്ടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് മെഷീൻസും കാര്യങ്ങളൊക്കെ ഇനി വരും. കുഞ്ചൂസിന് തയ്യൽ മെഷീൻ വരും. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം അവിടെ തേക്കാനായിട്ടുള്ള സാധനങ്ങൾ. അതെ, ഇവിടെ അമ്മേനെ വെച്ചിട്ടുണ്ട് കേട്ടോ, മുത്തശ്ശിയെ വെച്ചിട്ടുണ്ട്, വെല്ലുമച്ചി. അതേപോലെ ആമിച്ചിന്റെ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഫസ്റ്റ് കാണുന്നത് ചിറ്റാമ്മയുടെ റൂമിലോട്ട് നമുക്ക് ആദ്യം കയറിയിട്ട് നമുക്ക് ബാക്കി റൂമിലോട്ട് പോകണം. അതെ, അപ്പൊ ഇതാണ് ചിറ്റാമ്മയുടെ റൂം കേട്ടോ. ചിറ്റാമ്മയുടെ മാത്രമല്ല ലച്ചൂട്ടിയുടെ റൂം. കാരണം ചിറ്റാമ്മയുടെ കൂടെ ലച്ചൂട്ടി കിടക്കത്തുള്ളൂ, ലച്ചൂട്ടിയുടെ ചിറ്റാമ്മ കിടക്കത്തുള്ളൂ. അത് വലിയൊരു
ലച്ചൂട്ടി ഒരു അരമണിക്കൂർ ഞങ്ങൾ എടുത്ത് കിടന്ന് അവള് ചൂണ്ടിക്കാണി എനിക്ക് അങ്ങനെ കരയും എന്നിട്ട് കരഞ്ഞ് അങ്ങ് പോകും കേട്ടോ. അതെ, ആമി അച്ഛയുടെ അമ്മയുടെ കൂടെ കിടക്കത്തുള്ളൂ. ഇന്നലെ രാത്രി കരഞ്ഞു പോയി ഞങ്ങളോട് കിടന്നിട്ട് പോയി കേട്ടോ. ഇവിടെ നമ്മുടെ അലമാരി ചിറ്റാമയ്ക്കും ലച്ചൂട്ടിക്കും വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെ ഒരു ഫാൻ അഡീഷണൽ ആയിട്ട് ചിറ്റാമയ്ക്ക് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ കൂടെ ഉണ്ട്. ചിറ്റാമയ്ക്കും ലച്ചൂട്ടിക്കും കുറച്ചുകൂടെ കാറ്റ് വേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് അവളുടെ തലേണ എല്ലാം അവിടെ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. എല്ലാ റൂമിൽ ചെന്നാലും ഒരു സ്പെഷ്യാലിറ്റി ഞങ്ങളുടെ ഫോട്ടോസ് കാണും കേട്ടോ. അവിടെ ഈ റൂമിന്റെ ലൈറ്റ് കെടുത്തി ഇറങ്ങും കേട്ടോ. അതുപോലെ ഇവിടെ ഗ്ലാസിന്റെ ഇതാണ് കേട്ടോ. അന്ന് വരെ പിള്ളേർ പിള്ളേര് വന്ന് നേരെ വന്ന് ഇടിക്കുന്നത് രാഗിയിട്ടില്ല. അതുകൊണ്ട് ആണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ട് വെക്കായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ വെക്കാൻ കാരണം ഗ്ലാസ് അവിടെ ഉള്ളതുകൊണ്ട്. അതെ, അപ്പൊ നമ്മൾ വീട് പറഞ്ഞ് അടച്ചിടാം. ഇനി ഏത് റൂമിലോട്ടാ വേണ്ടേ? ലാസ്റ്റ് ആയിട്ട് കിച്ചൺ കാണിക്കും കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടികളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേരുടെ വണ്ടികള്, അമ്മയുടെ വീൽ ചെയർ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മേളിലോട്ട് നമുക്ക് ഇല്ല കേട്ടോ. മേളിലോട്ട് അവിടുന്ന് പാർട്ടീഷൻ ചെയ്തേക്കുവാണ്. ഇവിടുത്തെ അമ്മയുടെ സാധനങ്ങളെല്ലാം അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ പാർട്ടീഷൻ ചെയ്തേക്കുവാ. നമുക്ക് താഴത്തെ റൂമുകളേ ഉള്ളു കേട്ടോ. അതെ അതെ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ലൊരു മിററുണ്ട്. ഇത് ലൈറ്റ് അടിയാവും ജ്യൂസേ. ഞാൻ ഓർത്ത് ഇത് എന്തുവാന്നറിയാമോ, തുണി ഇടുന്ന സാധനമാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ ഇന്നലെ ആ ചേട്ടായി വന്നപ്പോഴത്തേക്ക് തിരിച്ചില്ല, അത് പോയതാ. അപ്പം ഇവിടെ ഒരു കുറച്ചുകൂടെ വെട്ടമൊക്കെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അവിടെ നമ്മൾ ആ ചെടി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന് അടിയിൽ സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. അപ്പം വെച്ചിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം അല്ലേ? യെസ്, അവിടെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ചിറ്റാമയും വാവച്ചിയും ഉള്ളത് ഫ്രീ കിട്ടിയില്ല അല്ലേ? യെസ്, കമോൺ നമ്മുടെ റൂമിലോട്ട് പോയിട്ട് പോകാം. അത് അമ്മയുടെ റൂമിലോട്ട് പോയിട്ട്. യെസ്, അമ്മയുടെ റൂമിൽ പോയിട്ട് പോകാം. അമ്മച്ചിക്ക് നല്ല പനിയുണ്ട് കേട്ടോ. കൂർക്കമലി കപ്പിച്ചേരാം. അതെ അതെ. അപ്പം ഇത് തടിയലമാരി നമ്മള് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ആമിയുടെ ഒക്കെ ഡ്രസ്സ് വെക്കാൻ വേണ്ടിട്ട് കേട്ടോ. കാരണം എല്ലാം നമ്മൾക്ക് എപ്പോഴും എവിടെ പോയാലും പുറത്താണ് നമ്മുടെ ഡ്രസ്സുകളെല്ലാം വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. ഇവിടെ ആമിച്ചന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. നമ്മുടെ കല്യാണ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയാണ് അവിടെ അച്ഛ, ആമിച്ചൻ, അമ്മ, പിന്നെ ഫാമിലി. പിന്നെ വേണ്ട ഇവിടെ അച്ഛ വെച്ച ആ ഫോട്ടോ എടുത്ത് ഒട്ടിച്ചേക്കുന്ന ഇവിടെ കേട്ടോ. ഇവിടെ നല്ലൊരു അലമാരി, തേക്കിന്റെ ഒരു അലമാരി ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം പോലെ സാധനം അതിനകത്ത് കയറിപ്പോവും. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സാധനം, അമ്മയുടെ സാധനങ്ങളും മരുന്ന്, അച്ഛയുടെ മരുന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ ഒതുങ്ങിപ്പോ കേട്ടോ. പിന്നെ ഇവിടെ ആണ് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അമ്മയ്ക്ക് ചെയർ വെക്കണം. ഓക്കെ, അപ്പൊ അമ്മച്ചി അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ട് കേട്ടോ. യെസ്, ചവിട്ടിയൊക്കെയാണ് കേട്ടോ മേടിച്ചിട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ റൂമിനകത്തോട്ട് പോകാം. ഞങ്ങള് ഫോട്ടോ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ സെറ്റ് ചെയ്ത് ഇലക്ട്രീഷ്യൻ വന്നു, ആ ചേട്ടാ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പൊ നമ്മുടെ റൂമാണ് ഇത് കേട്ടോ. യെസ്, നമ്മുടെ ബെഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ ഇവിടെ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നു. നല്ല സൂപ്പറായിട്ട് ചെയ്തു തന്നു. പിന്നെ വേണ്ട അവിടെ ഒരു മിററുണ്ട്. അത് അപ്പുറത്ത് ഈർപ്പം അടിച്ചതിന്റെ ഒരു മങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. യെസ്, ഹലോ. അപ്പോൾ ഇതാണ് കേട്ടോ.
ഇവിടെ ഇത്തിരി ഇങ്ങനെ ഈർപ്പ് അടിച്ച് പുറകിൽ നിന്ന് ഈർപ്പ് അടിച്ചേക്കുന്നത് കേട്ടോ. ഗ്ലാസ് പോയി ഇതൊക്കെ നമുക്ക് അടുക്കി പെരക്കാനായിട്ട് ഉള്ളതാണ്. 3-4 ദിവസമായിട്ട് അടുക്കി പിള്ളേർ കുറെ ഇനി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലതൊക്കെ. പിന്നെ ലച്ചുവിന്റെ അമ്മയുടെ ഒക്കെ നല്ല ഡ്രസ്സുകളകത്ത് കയറ്റി വെക്കാൻ തോന്നുന്നു. ഹാങ്ങർ ഇടുന്നുണ്ട്. അതെ. അപ്പൊ പിന്നെ ഇത് നോക്ക്, നമ്മുടെ അലമാരി വലുതാണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഇത് രണ്ടും നിറയെ ഉള്ളൂ. അതിന് മേളിൽ നമ്മൾ സാധനങ്ങളുടെ കംഫർട്ട് സെറ്റുകൾ അതൊക്കെ മേളിൽ വെച്ചിട്ടുണ്ട്. അതെ, ആമിയുടെ ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. യെസ്. പിന്നെ നമ്മുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് ഓർഡറിലൊക്കെ അടുക്കി വെക്കണം. ഇപ്പൊ ഓർഡറിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ റൂം ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ തോർന്നെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം എടുത്ത് വിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ്ടോ, ഇതൊരു വലിയ റൂം പോലെയാണ് കേട്ടോ. ബാത്റൂം നല്ല വലിപ്പമുള്ള ബാത്റൂം. അതെ അതെ. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും മാസ്റ്റർ ബെഡ്റൂം എന്ന് തോന്നുന്നു. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങൾ ഇനി പോകുന്നുണ്ട്. തീരത്തില്ല. അതെ. അയ്യോ എന്റെ അമ്മ ഇത്ര ഒതുക്കി ഇവർക്ക് കൊടുത്തിട്ട് പോകണമെന്നായിരുന്നു നമുക്ക്. അതെ, അതായത് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പോലെ അവരുടെ കയ്യെത്തും ദൂരത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാവണം, എന്നിട്ട് നമുക്ക് പോകണം എന്നൊരിതായോണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലോട്ട് പോവാം. യെസ്, നമ്മുടെ ക്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗ്ലാസ് ആണ്. പെട്ടെന്ന് ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ഓടിപ്പോയിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ശ്രദ്ധയില്ല, പെട്ടെന്ന് യൂസ്ഡ് ആയിട്ടില്ലായിരുന്നു. ഇന്ന് ചിറ്റാമ പോയി നേരെ ഇടിച്ച്. അപ്പോഴത്തേക്ക് ചിറ്റാമ പറഞ്ഞു ഇവിടെ ഗ്ലാസ് ഉണ്ടല്ലോ. അത് അങ്ങോട്ടും അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കാം കേട്ടോ. അതെ അതെ. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ. കിച്ചൺ ഒരു രക്ഷയില്ലാത്ത കിച്ചണാണ്. നമ്മുടെ ഡ്രീമിലുള്ള ഒരു ടൈപ്പ് കൊച്ചിയിലെ കിച്ചണാണ് ശരിക്കും. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞ് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ്. മിക്കി പുറയിലാണ് കേട്ടോ. മിക്കി കണ്ടോ അവിടെ. മിക്കി അമ്മയ്യേ, മിക്കും കൂടെയൊക്കെ പറയേണ്ടത് അവിടെ എന്ന് വെച്ച് ഇവിടെ കട്ടൻ ഇടേണ്ടതാണ് കേട്ടോ. അവിടെ വെച്ചോ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് കേട്ടോ. ഓരോ സാധനങ്ങൾ വെക്കാനായിട്ടും ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. അപ്പം കൂടുതലും ചിറ്റാമയാണ് ഓരോ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്. അമ്മയ്ക്ക് വയ്യാതായതോടെ നമ്മൾ കടയിലോട്ടൊക്കെ പോകുമ്പോൾ ചിറ്റാമയാണ് ഏറ്റവും കൂടുതൽ കറികൾ വെക്കുന്നത്. അപ്പൊ ചിറ്റാമയ്ക്ക് എപ്പോഴും ഇതിൽ നിന്നൊക്കെ എടുക്കൽ പാടായതുകൊണ്ട് ചിറ്റാമയ്ക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെല്ലാം കയ്യെത്തും ദൂരെ എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ. അപ്പം നമുക്ക് ഇവിടെ ഫസ്റ്റ് മിക്സി വേണേ വെക്കാം, പക്ഷെ ഇവിടെ നമ്മൾ മിക്സി വെച്ചിട്ടില്ല. ഇങ്ങോട്ടൊക്കെ തെറിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ട്. അതേപോലെ ഇവിടെ ഇൻഡക്ഷൻ കുക്കർ, ഇത് തിളപ്പിച്ച വെള്ളം വെക്കുന്ന ഏരിയ, അതേപോലെ നമ്മുടെ ഓവൻ, അങ്ങനെ കേട്ടോ. പിന്നെ ഗ്യാസ് ഇത് നേരത്തെ ഇതായിരുന്നു ഇലക്ട്രിക് ചിമ്മിനിയുടെ ഒറിജിനൽ ഗ്യാസ് സ്റ്റൗ. ഇതിന് അടിയിലാണ്, അത് കേടായതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ഇവിടുത്തെ അമ്മ മേടിച്ചു വെച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ അല്ല, ഇത് ഇവിടുത്തെ അമ്മയുടെയാണ്. നമ്മളോട് ഉപയോഗിച്ചോളാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. രണ്ടെണ്ണം. അതെ അതെ. അപ്പം അത് പുറത്തൂടെ, അതുകൊണ്ടാണ് ഈ ഗ്യാസിന്റെ ഇത് വന്നേക്കുന്നത്. ഇത് നേരത്തെ ഇതായതുകൊണ്ട് ഇതിന് ഹോളില്ല. അപ്പൊ നമ്മൾ പിന്നെ ഹോൾ ഇടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തൂടെ ഗ്യാസ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ചിറ്റാമയ്ക്ക് ഈ ബൾബൊക്കെ നമ്മൾ പുതുതായിട്ട് ഇട്ട് കൊടുത്ത ചിറ്റാമയ്ക്ക് കാണത്തില്ലായിരുന്നു. ഇവിടെ ഇട്ട് ഈ ഇലക്ട്രിക് ചിമ്മിനി ഇത് നമ്മൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ്ട് ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ചിറ്റാമയ്ക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. കാരണം സ്മെല്ല്, മീനിന്റെ സ്മെല്ല്, ഒന്നും നിക്കത്തില്ല. അത് ഭയങ്കരമായിട്ട് ചിറ്റാമയ്ക്ക് യൂസ്ഫുൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ ചിറ്റാമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് കറികളെല്ലാം ചിറ്റാമയ്ക്ക് എടുത്തു വെക്കാനായിട്ടും നമുക്കിപ്പം ഫുഡ് കഴിക്കാനായിട്ടാണെങ്കിലും പെട്ടെന്ന് എടുക്കുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെക്കുന്നു കേട്ടോ. ഇവിടെ വെച്ചേക്കുന്നു. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഏരിയ വേണ്ട ഇവിടെയാണ് കേട്ടോ. അതെ അതെ. ഇവിടെ ഓരോരോ കള്ളികളാണ് ഓരോ സാധനങ്ങൾ വെക്കാൻ വേണ്ടി കേട്ടോ.
ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല. പ്ലേറ്റ് വെക്കാനായിട്ട് പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, അതിനടുത്ത് നമ്മൾ മിക്കീനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ എന്നൊക്കെ വേണേ പറയാം. കിച്ചൺ അല്ല, ഒരു വർക്കിംഗ് സ്പേസ്. അതിന് മിക്സി നമുക്ക് ഇവിടെ വെച്ച് ഉപയോഗിക്കാം. അതേപോലെ ചോപ്പർ കാര്യങ്ങള്, ഇപ്പൊ കുക്ക് ചെയ്യണേൽ എന്തെങ്കിലും ഇവിടെ വെച്ച് കട്ട് ചെയ്യണേ കട്ട് ചെയ്യാം, മീറ്റ് എന്തെങ്കിലും വേണേ കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിനടിയിലെല്ലാം ഇതാണ് കള്ളികളാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ശരിക്കും വാഷ് ചെയ്യാൻ നോക്കിയാണ്, പക്ഷെ അതൊന്നും പോകത്തില്ല. പിന്നെ ഇതിനകത്തൊക്കെ വിൻഡോസിന്റെ സാധനങ്ങളും കേക്ക് സാധനങ്ങളും ബേക്കിംഗ് ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഇന്നലെ ഒരു കോമഡി ഉണ്ടായേ. ഇവിടെ ഒരു ബാറ്ററി കാർ ഇരിക്കുന്നുണ്ടോ. ആ ബാറ്ററി കാർ ഇരുന്നപ്പോ ഞാൻ ഓർത്തു ഇത് പൊക്കി നിൽക്കുന്ന നല്ല വെയിറ്റ്. അപ്പൊ ഞാൻ ഓർത്തു ഇതിനകത്ത് ബാറ്ററി ആയിരിക്കും, കേടായതാണോ. അപ്പൊ ഞാൻ അമ്മയെ അടുത്ത്, ഇവിടുത്തെ അമ്മയെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മേ ഇത് നല്ല ഇവിടെ ബാറ്ററി ആണോ ഇരിക്കുന്നത്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, നല്ലതാണ്. അപ്പൊ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ബാറ്ററി ഇല്ലല്ലോ മോനെ അവിടെ. ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ബാറ്ററി ആണോ, എന്നാൽ നമ്മൾ പുതിയ മേടിച്ചപ്പോ മാറ്റി വെച്ചായിരിക്കും മോനെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് എന്ത് മോൻ ഉപയോഗിച്ചോ, ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടോ ഉപയോഗിച്ചോളാം പറഞ്ഞ്. ഞാനും അച്ഛയുടെ വൈകിട്ട് എടുത്ത് ഭയങ്കര വെയിറ്റ് എടുത്ത് പുറത്ത് വെച്ച് നോക്കിയപ്പോ അതിനകത്ത് പെയിന്റും വൈറ്റ് സിമെന്റും കാര്യം. കാരണം അമ്മയ്ക്കും അറിയത്തില്ല, കാരണം ഇവിടെ പെയിന്റ് ചെയ്തപ്പോ അമ്മ ഇവിടെ ഇല്ല, അമ്മ കോടതിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അറിയത്തില്ല. ആ ഒരു കവറിനകത്ത് അങ്ങനെ എടുത്തു വെച്ചു. ഞാൻ കിളി പറയട്ടെ. അപ്പൊ അമ്മയോട് പറഞ്ഞപ്പോ അമ്മയെ നമുക്ക് അപ്പൊ ഞാനത് ഓർത്ത് അയ്യോ നമുക്കത് ഇൻവേർട്ടർ ഉണ്ടായിരുന്ന വലിയ യൂസ്ഫുൾ ആണല്ലോ കുഞ്ഞുങ്ങള്. ഇവിടെ ഒരു 5-6 വർഷം കറണ്ട് പോകുന്നുണ്ട് ഒരു ദിവസം. ഇപ്പൊ പയ്യ ഇൻവേർട്ടർ ഒക്കെ അതെ അതെ. അപ്പൊ ഇവിടെയും ഉണ്ട് കേട്ടോ സ്പേസ്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീന്റെ ഏരിയ ആണ്, പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. ഇവിടെ കേറത്തില്ല, ഓട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിലും ഇവിടെ കേറത്തുള്ളൂ. അപ്പൊ നമ്മള് സവോള ഉള്ളിലേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കത്തി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റീഫിൽ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ വർക്കിംഗ് സ്പേസ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് മഴ എടുത്തുന്ന തുണിയെല്ലാം വിരിക്കാം. നമ്മുടെ വാഷിംഗ് മെഷീൻ ആണ് ഇത്. പിന്നെ ഗ്യാസ് ഊറ്റിയൊക്കെ ചുമ്മാ ഫില്ല് ചെയ്യേണ്ടതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെക്കാം. അതേപോലെ വരുന്നുണ്ട്. കണ്ട ചെരുപ്പിടാതെ നടക്കുന്ന കണ്ടോ ഇതിന്റെ ചുറ്റും കണ്ടോ. ഞങ്ങൾ തുറക്കത്തില്ല. നമ്മുടെ കിണർ കാണിച്ചില്ലായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ചിറ്റാമേ ഈ കിണർ കണ്ടിട്ട് ചിറ്റാമ പറയുവാണേ, മോനെ ഇത് തന്നെ പഴയ തടി മുറിച്ചാണ്. അല്ല എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അയ്യോ അല്ല ചിറ്റാമ അത് കിണറായിട്ടാണ്, അത് അങ്ങനെ സിമെന്റ് വെച്ച് പണിത് വെച്ചേക്കാണ്. ഇത് കണ്ടോ, ഇത് ഓറഞ്ചാണ് കേട്ടോ ഇവിടെ മരം നിൽക്കുന്നേ. അപ്പൊ ഇതാണ് ഇവിടെ വർക്കിംഗ് സ്പേസ്. പിന്നെ നമുക്ക് അവിടെ അലക്കാനുള്ള ഏരിയ ഉണ്ട്. ഇനി ഇങ്ങനെ ഒരു റൗണ്ട് ഫുൾ ഏരിയ ഇങ്ങനെ ഉണ്ട് കേട്ടോ. എന്ത് വേണേലും നടാനും ഒക്കെ ഏരിയ ഉണ്ട് കേട്ടോ. അതെ, കുറെ കറിവേപ്പിലുണ്ട്. മാനെ ഇറങ്ങടാ. അപ്പൊ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. അകത്തില്ല കണ്ടല്ലോ. ഇടിക്കല്ലേ. കഴിഞ്ഞ ദിവസം ആമിയെ ഈ ഫ്ലൈറ്റ് എടുത്തോണ്ട് വന്നിട്ട് ഇതൊരു ഉരുട്ടിയിൽ എൻ്റെ അടുത്ത് പറയാം ഞാൻ ദുബായിക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞു നീ പോക്കോ, നീ പെട്ടെന്ന് നോക്കണേ. ഇത് മോന്റെ പാസ്പോർട്ട് ഒരു ബാഗ് കൊടുത്തോണ്ട് കൂടെ എടുത്തോണ്ട് ഇത് ബാഗ് ദുബായിക്ക് പോവാ. പാസ്പോർട്ടും ബാഗ് കൊടുത്തു നേരം നമുക്ക് പുറത്തുകൂടെ പോവാം കേട്ടോ. ഇത് റംബൂട്ടാന്റെ മരമാണ്, യെല്ലോ റംബൂട്ടാനാണ് കേട്ടോ വെക്കുന്നുണ്ട്. എന്താ നല്ല മധുരം കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇതിനൊരു മധുരമില്ല, പുളിപ്പാന്ന്. ഇത് തിന്നവർക്ക് അറിയാം ഇത് മധുരം. ഒരു റെഡിനില്ലേ ഇത്രയും പോലും ഇതില്ല. പിന്നെ ഇവിടെ നമ്മുടെ ലൂബിക്കാൻ ഇപ്പുണ്ട് കേട്ടോ.
പൂത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെയോ? ഇത് നമ്മളാ സീലിങ്ങിന്റെ ബോർഡ് പറിച്ചു വെച്ചാട്ടോ. ഇവിടെ കുറേ വാഴകളൊക്കെ ഉണ്ട്. വേണ്ട ഒരു വാഴ നടന്നു പോന്നു. ഇവിടെ വഴുത കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മിക്കിക്ക്. മിക്കി ഇഷ്ടപ്പെട്ടു പടി നിനക്ക്? അല്ല, ഇവിടെ പഴുത അവള് നനയാതിരിക്കാൻ വേണ്ടി പഴുത കെട്ടി കൊടുക്കുക കേട്ടോ അച്ഛാ. ആ ഇപ്പൊ തുണി അലക്കാനുള്ള ഏരിയ കേട്ടോ. അതെ, അത് വേസ്റ്റിന്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടാണേലും നടക്കാനായിട്ട് കുറെ ഏരിയകളുണ്ട്. ഞാൻ നടക്കുന്നവിടെ എല്ലാം കുഴിയും, വെള്ളം വീഴുന്നവിടെ എല്ലാം കുഴിയുന്ന ഇതേണ്ട. കണ്ടല്ലോ ഇഞ്ചൂസിന്റെ ഫോണ് വേണ്ട പോകുന്നു വെള്ളത്തിനോട്ട്. അങ്ങനെ കേട്ടോ. ഇനിയിപ്പോ നമുക്ക് സാധനങ്ങളെല്ലാം കുറച്ചുകൂടി കൊതിക്ക് വെക്കാറുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ, പേരയും കാര്യങ്ങളെല്ലാം താമസിക്കുന്നത്. അപ്പൊ നിങ്ങള് വീടെല്ലാം കംപ്ലീറ്റ് കണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങനെ പാക്കിങ്ങിന്റെ പരിപാടിയിലൊക്കെ ഇങ്ങനെ ആണ് മുഴുകിയിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം രാത്രി 11 മണിക്കായി. ഞങ്ങൾക്ക് രാവിലെ ഇവിടുന്ന് ഒരു 6 മണിയാകുമ്പോൾ ഒരു ട്രെയിൻ 6:45 ഇവിടുന്ന് ട്രെയിൻ തുടങ്ങും. അത് ഏകദേശം 10 മണിക്ക് ചെല്ലും. പിന്നെ 10 മണിക്കാണ് ഞങ്ങൾ എറണാകുളം നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എക്സാം എളുപ്പമായിരിക്കാൻ പ്രാർത്ഥിക്കണം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് പോകാൻ എനിക്ക് സമയമുള്ളൂ. അപ്പൊ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസും ഒക്കെ വരണേന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ, ടാറ്റ. ഇനി ഒന്നും പറയുന്നില്ല, ഇനി ഒരുപാട് പണികളുണ്ട്. ടാറ്റ ടാറ്റ. അങ്ങനെ പറയില്ല തങ്ങിക്കൂടെ. കാരണം 6 മണിക്ക് കടയിൽ പോകണം. ഇത്രയും പണികളെല്ലാം ചെയ്തിട്ട് 6 മണിക്ക് കടയിൽ പോകണം. കാരണം എനിക്ക് അപ്പൊ വേറെ പണി ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഓടി എന്റെ തങ്ങിക്കൂടെ മടുത്തു പോയി കേട്ടോ. പക്ഷെ അത് ഇനി കുറച്ച് 2 ദിവസം ട്രെയിനിൽ കിടന്ന് ഉറങ്ങിയൊക്കെ ഒന്ന് റെഡിയാവും. അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമാണ് അത്. അപ്പോഴും എനിക്ക് റെസ്റ്റ് ഇല്ല. ടാറ്റ. ടാറ്റ. അപ്പൊ ഇനി നമുക്ക് കുച്ചു വണ്ടി കാണാം കേട്ടോ. അപ്പൊ ടാറ്റ.